നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂഷൺ ഫസ്റ്റ് പാർട്ടിൻ്റെ തേർഡ് പേപ്പർ ട്രാൻസ്ലേഷനാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് 4ാമത്തെ വീഡിയോ ആണ്. 5ാമത്തെ ട്രാൻസ്ലേഷനാണ്. ടെസ്റ്റിൽ വരുന്നത് 8ാമത്തെ പേജ്. ആൻസർ വരുന്നത് പരീക്ഷാ സഹായിൽ 172ാമത്തെ പേജിൽ 5ാമത്തത്. ഹിമാലയ ഈസ് വസുധരാക പ്രിയ വത്സഹേ. അപ്പോൾ ഹിമാലയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹിമാലയ ഈസ് വസുധരാക പ്രിയ വത്സഹേ. ഹിമാലയം ഈ ഭൂമിയുടെ പ്രിയപ്പെട്ട സന്താനമാണ്. പുരാണോമേ കഹാനി ആതി ഹേ കി പൃഥ്വി ബഞ്ചർ ഹോനെ ലഗീത്തി. പണ്ട് കാലത്തൊരു കഥയുണ്ട്. ഭൂമി തരിശാകാൻ തുടങ്ങി. പ്രജാ ദുഃഖസേ പീഡിത ഹോനെ ലഗീത്തി. പ്രജകളെല്ലാവരും ദുഃഖം കൊണ്ട് വിഷമിച്ചിരുന്നു. ദേവതാവുക്കോ യജ്ഞഭാഗ്യ മിൽന കഠിന ഹോനെ ലഗ. യാ തബ് പൃഥ്വി രാജാനെ പൃഥ്വിക്കോ ഡരായ ധംകായ. അപ്പോൾ ഒരു കാലത്ത് ഭൂമി മുഴുവനും തരിശായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജനങ്ങളെല്ലാം വളരെ ദുഃഖത്തിലായി. കാരണം അവർക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ദേവതയോട് പ്രാർത്ഥിച്ചു. ദേവതകൾക്ക് ഏറ്റത്തിൽ നിന്ന് കിട്ടുന്ന ഫലം കിട്ടാൻ പ്രയാസമാകാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പൃഥ്വിരാജാവ് ഭൂമിയെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പുരാണ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. पृथ्वी ने कहा, मैंने अनाज बढ़ता हुआ देखकर रत्न औषधियाँ और हिमालय अपने भीतर छिपा ली है. पृथ्वी ने कहा, मैंने अनाज बढ़ता हुआ देखकर रत्न औषधियाँ और हरियाली अपने भीतर छिपा ली है. അപ്പോൾ ഹിമാലയം പറയാണ്, അല്ല ഭൂമി പറയാണ്, ഔഷധങ്ങളും പച്ചപ്പും ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തു? ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഇവിടുത്തെ അനർത്ഥങ്ങൾ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? എല്ലാം എൻ്റെ ഉള്ളിലേക്ക് മൂടി വെച്ചിട്ടുണ്ട്. മേ ഗായ് കാ രൂപ് ധാരണ കരൂങ്കി ഓർത്തും മേരെ ലിയെ ഉപയുക്ത ബച്ചഡ ഡൂണ്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ മുഴുവൻ സാധനങ്ങളും പാലിൻ്റെ രൂപത്തിൽ നൽകാം. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? അനുയോജ്യമായ ഒരു പശുക്കുട്ടിയെ അന്വേഷിക്കൂ. ഞാൻ ഈ മുഴുവൻ സാധനങ്ങളും പാലിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യാം? നൽകാം. मैं सारी सामग्री दूध के रूप में प्रस्तुत कर दूंगी. पृथ्वी ने पर्वतों में नए पर्वत हिमालय को बछड़ा बनाया और हिमालय के वात्सल्य से पिघलाकर धरती ने रस औषधियों से और रत्नों से मटके के मटके भर दिए. അങ്ങനെയാണ് നമ്മൾ ഈ ഹിമാലയ പർവ്വതത്തിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വെള്ളച്ചാട്ടം വരുന്നത് അല്ലേ. അപ്പോൾ അത് ഭൂമിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ പൃഥ്വിരാജ് പർവ്വതങ്ങളിൽ പുതിയ പർവ്വതമായ ഹിമാലയത്തെ എന്ത് ചെയ്തു? പശുക്കുട്ടിയാക്കി മാറ്റുകയും ഭൂമി ഹിമാലയത്തിൻ്റെ വാത്സല്യം ഉൾക്കൊണ്ട് രസങ്ങളും ഔഷധങ്ങളും രത്നങ്ങളും മൺകലങ്ങളും നിറച്ചു കൊടുക്കുകയും ചെയ്തു. എന്തൊക്കെ ചെയ്തു? അപ്പോൾ പൃഥ്വിനെ पर्वतों नए पर्वत हिमालय को बछड़ा बनाया और हिमालय के वात्सल्य से पिघलाकर धरती ने रस औषधियों से और रत्नों से मटके के मटके भर दिए. सृष्टि की यह कहानी हिमालय के आविर्भाव के बाद एक नए देश और एक नई संस्कृति के उत्थान की कहानी है. അപ്പോൾ സൃഷ്ടിയുടെ ഈ കഥയെന്നുള്ളത് ഹിമാലയത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷം ഒരു പുതിയ ദേശത്തിൻ്റെയും ഒരു പുതിയ സംസ്കാരത്തിൻ്റെയും ഉയർച്ചയുടെ കഥയാണ് സൂചിപ്പിക്കുന്നത്. ഹിമാലയ കാ ബഡ്പൻ കേവൽ നാഗാദിരാജ് ഹോനെ കെ കാരൺ നഹി ഹെ. അപ്പോൾ ഹിമാലയത്തിൻ്റെ മഹത്വം എന്നുള്ളത് കേവലം പർവ്വത രാജാവായത് കൊണ്ട് മാത്രമല്ല. ഊഞ്ചി ചോട്ടിയോं के ऊपर पड़ने वाली प्रकाश की आभा के कारण नहीं है. उसका मंडप बड़पन गंगा जैसी नदियों को जन्म देने के कारण है. അപ്പോൾ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഗംഗയെ പോലുള്ള നദികൾ ജന്മം നൽകിയത് കാരണം കൊണ്ടാണ്. इन नदियों के माध्यम से हिमालय अपनी उदारता ശുചിതത और സമൃദ്ധി മുക്ത ഹസ്ത് ലുട്ടാ രഹാ ഹെ. അപ്പോൾ ഈ നദികളിലൂടെ നിന്നോ ഹിമാലയൻ തൻ്റെ ദാനശീലതയും പവിത്രതയും സമൃദ്ധിയും എന്നിവയെല്ലാം ചെയ്തു നിർലോഭമായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഋഗ്വേദ में इसलिए सृष्टा के महत्व से हिमालय को अद्भुत बतलाया गया है. അതുകൊണ്ടാണ് ഋഗ്വേദങ്ങളിൽ സൃഷ്ടാവിൻ്റെ മഹത്വം കൊണ്ടാണ് ഹിമാലയൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. किंतु विष्णु पुराण में विष्णु ने स्वयं कहा है कि मैंने पर्वतराज हिमालय की सृष्टि यज्ञ के साधन के लिए की है. എന്നാൽ വിഷ്ണു പുരാണങ്ങളിൽ വിഷ്ണു സ്വയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പർവ്വത രാജാവായ ഹിമാലയത്തെ സൃഷ്ടിച്ചത് യജ്ഞത്തിന് വേണ്ടിയെന്നാണ്. हिमालय भौतिक रूप में ही नहीं आध्यात्मिक रूप में भी यज्ञ की अंगभूत सामग्री प्रस्तुत करने वाला एकमात्र स्रोत है. അപ്പോൾ ഹിമാലയ ഭൗതിക രൂപത്തിൽ മാത്രമല്ല ആത്മീയ രൂപത്തിലും യജ്ഞത്തിന് ആവശ്യമായ സാധനങ്ങൾ നൽകുന്ന ഒരേ ഒരു സ്രോതസ്സാണ്. सोमलता जैसी औषधि तो प्रतिमात्र
ये प्रतीक मात्र है। अपने को निष्पीड़ित करके ममता को उत्सर्ग करके एक व्यापक भारत के चक्र में अपने को स्थापित करने का यत्न ही तो यत्न है। इसलिए और हिमालय साक्षात यज्ञ रूप है, वह इसलिए इस जगत की प्रतिनिधि है. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? അപ്പോൾ തന്നെ സ്വയം വേദനിച്ചുകൊണ്ട് സ്നേഹദാനം ചെയ്ത് ഒരു സർവ്വവ്യാപകമായ ഭാരത സമൂഹത്തിൽ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് യജ്ഞം. അപ്പോൾ ഹിമാലയം യഥാർത്ഥ യജ്ഞരൂപമാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയം ഈ ലോകത്തിൻ്റെ പ്രതിനിധിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓരോ സെൻറ്റൻസ് നന്നായിട്ട് വായിച്ചതിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. കുറച്ച് കട്ടിയാണ്, പക്ഷെ വായിച്ചു വരുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം കിട്ടും. പിന്നെ നോട്ട് ഫുള്ള് അതുപോലെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങളുടെ ആശയത്തിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറേയൊക്കെ ഇതിൽ കിടക്കുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാതെ വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ശരിയായ അർത്ഥമൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ട്രാൻസ്ലേഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്, നമുക്കറിയാവുന്ന ആശയം എന്ത് ചെയ്യുക, വിപുലീകരിച്ച് എഴുതുക. അപ്പോൾ ഇതാണ് ഹിമാലയത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത 6-ാമത്തതാണ്, 10-ാമത്തെ പേജാണ്. അതിൻ്റെ ആൻസർ 173. സാഹിത്യ का आधार जीवन है. സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം ജീവിതമാണ്. ഇസി നീവ് पर സാഹിത്യ की दीवार खड़ी होती है. ഈ അടിത്തറയിലാണ് സാഹിത്യത്തിൻ്റെ ചുവരുകൾ നിലനിൽക്കുന്നത്. उसकी अटारियाँ मीनार और गुंबद बनते हैं. അതിൽ മാളികകൾ, മുറികൾ, ഗോപുരങ്ങൾ, താഴികക്കുടങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു. അപ്പോൾ എന്തുണ്ട്, ബേസ് ഉണ്ട്. അപ്പോൾ ബേസിക് റെഡിയായാൽ മാത്രമേ ബേസ്മെൻറ്റ് റെഡിയായാൽ മാത്രമേ ബാക്കിയെല്ലാം എന്തെങ്കിലും ശരിയാവുള്ളൂ. ലേക്കിനും ബുനിയാദി മിട്ടിക്ക് നീച്ചെ ദബി പടി ഹെ. പക്ഷേ എന്നാൽ ഈ അടിസ്ഥാനത്തിൽ മണ്ണിന് താഴെ അമർന്ന് കിടക്കുന്നു. ഉസേ ദേഖ്നെ കോഫി ജോ നഹി ചാഹേഗ. അത് താഴ്ന്ന് കിടന്നത് പോലെ എന്ത് ചെയ്യുന്നില്ല, അത് ആരും കാണാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആരും താഴ്ച ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത്. ജീവൻ പരമാത്മാക്കി സൃഷ്ടി ഹെ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. इसलिए आनंद है, अबोध है, अगमण्य है. അതെന്താണ്? അനന്തമാണ്, അജ്ഞാതമാണ്, അഗാധമാണ്. സാഹിത്യ മനുഷ്യക്ക് സൃഷ്ടി ഹെ. സാഹിത്യം എന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. इसलिए സുബോധ ഹെ, സുഗമ ഹെ ഓർ മര്യാദാവും സെ പരിമിത ഹെ. അതുകൊണ്ട് തന്നെ അനന്തമാണ്, അജ്ഞാതമാണ്, അഗാധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ്റെ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് അത് എളുപ്പം മനസ്സിലാക്കുവാൻ പറ്റുന്നതാണെന്നും ഏറ്റവും ഉചിതമായ പെരുമാറ്റം കൊണ്ടും എന്തെന്ന് പരിമിതമാകുന്നു. ജീവൻ കാ ഉദ്ദേശി ഹി ആനന്ദ് ഹെ. ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആനന്ദ്. അപ്പോൾ എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യ ജീവൻ പര്യാപ്ത ആനന്ദിക്ക് ഹി കോജുമേ ലഗാരത്ത ഹെ. മനുഷ്യൻ എപ്പോഴും ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. കിസിക്കോ വഹ് രത്ന ദ്രവ്യമേ മിൽത്ത ഹെ. ചിലർക്കത് രത്നത്തിൻ്റെ രൂപത്തിലായിരിക്കും സന്തോഷം തരുന്നത്. കിസിക്കോ ഹരേ പൂരെ പരിവാർമേ. ചിലർക്ക് നിറച്ചും ഫാമിലി വേണം, അതായിരിക്കും അവർക്ക് ഇഷ്ടം. കിസിക്കോ ലംബേ ചൗടേ ഭവൻ. ചിലർക്ക് എന്താണ്, ഒരു വലിയ വീട് വേണം, അതായിരിക്കും അവരുടെ ആഗ്രഹം, അതിലായിരിക്കും സന്തോഷം കണ്ടെത്തുന്നത്. കിസിക്കോ ഐശ്വര്യമേ. ചിലർക്ക് സമ്പത്തിൽ അല്ലെങ്കിൽ ഐശ്വര്യത്തിൽ. ലേക്കിൻ സാഹിത്യക ആനന്ദ് ഇസ് ആനന്ദ് സെ ഊച്ചാ ഹെ. പക്ഷേ സാഹിത്യത്തിൻ്റെ ആനന്ദം എന്നുള്ളത് ഇതിനെയൊക്കെ കാണാൻ ഉയർന്നതാണ്. ഇസേ പവിത്ര ഹെ, ഇസ്ക ആധാർ സുന്ദർ ഓർ സത്യ ഹെ. അതുകൊണ്ടത് സാഹിത്യം എന്നുള്ളത് സുന്ദരമാണ്, പവിത്രമാണ്, സത്യമാണ്. വാസ്തവമേ സച്ച ആനന്ദ് സുന്ദർ ഓർ സത്യ സെ മിൽത്ത ഹെ. ശരിക്കും നമുക്ക് ആനന്ദം കിട്ടുന്നത് സത്യത്തിലൂടെയാണ്. ഉസി ആനന്ദ് കോ ദർശാന വഹി ആനന്ദ് ഉത്പൻ കർണ സാഹിത്യ കാ ഉദ്ദേശ ഹെ. അപ്പോൾ ആ ആനന്ദം സംഘടിപ്പിക്കുക, കണ്ടെത്തുക, ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ സാഹിത്യത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ കവികൾക്ക് എഴുതുന്നതിലൂടെ നിന്ന് സന്തോഷം കിട്ടുന്നു. ഐശ്വര്യ പോകുക ആനന്ദമേ ഗ്ലാനി ചിപ്പി ഹോത്തി ഹെ. ഐശ്വര്യം നിറഞ്ഞ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എന്തൊക്കെ കിട്ടിയാലും അതിലെന്തുണ്ട്, ഒരു ദുഃഖം അടങ്ങിയിട്ടുണ്ട്. ഉസേ അരുചി ഭി ഹോ സക്തി ഹെ. പശ്ചാത്താപ് ഹി ഹോ സക്ത. ചിലപ്പം പശ്ചാത്താപം കാണും, അല്ലെങ്കിൽ അരുചി കാണും, രുചിക്കേട് കാണും. पर सुंदर से जो आनंद प्राप्त होता है वह अखंड है, अमर है. പക്ഷേ എന്തൊക്കെയാണെങ്കിലും സൗന്ദര്യത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം പൂർണ്ണമായും എന്താണ്, അനശ്വരവുമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്, പല രീതിയിൽ. ഇപ്പോൾ പഠിപ്പിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. കുറേ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ സംതൃപ്തി നേടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം ഏതാണ്, ഏത് പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, അത് എന്ത് ചെയ്യുക എന്നാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷൻ 1 മുതൽ 6 വരെ ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 വീഡിയോസാണ് ഞാൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കാണാത്ത വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ ക്ലാസ്സൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.